അയച്ചേട്ടാ, നീരജുമായിട്ടുള്ള കോംബോ മലയാളികൾക്ക് ഇന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള താങ്കളുടെ. അപ്പം ലവാകുശ പ്രേക്ഷകർ അത്രയും നേരം സോഷ്യൽ മീഡിയ നല്ല സ്വീകരിച്ചൊരു പടമായിരുന്നു. ലവാകുശ പ്രേക്ഷകർ സ്വീകരിച്ചൊരു പടമായിരുന്നു സോഷ്യൽ മീഡിയയിലായാലും. അപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തായിരുന്നു. ഈ വർഷം ഉണ്ടാവും. ലവാകുശയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ, വളരെ സീനിയർ ആയിട്ട് വ്യക്തിയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരൊറ്റ എളുപ്പത്തിൽ പ്രൊജക്ടറായിരുന്നു എന്റെ ലൈഫിൽ. അതായിരുന്നു ലവാകുശ. അതുകൊണ്ട് തന്നെ വളരെ ഫേവറേറ്റ് ആണ് എനിക്ക്. നീരജ് അല്ലാതെ പല റീസൺ അതുകൊണ്ട് എനിക്ക് കുറച്ചും ചേച്ചിയുടെ ചേട്ടൻ്റെ ഫാമിലി, ചേച്ചിയാണെങ്കിലും മോള് പുണ്യം, അവരൊക്കെ നമുക്ക് ഭയങ്കര പേര് കുറെ വർഷങ്ങൾ പറയുകയാണെങ്കിൽ അത്രയും അദ്ദേഹം പ്രോജക്റ്റ് അവരോടുകൂടെയാണ് നമുക്ക്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹം നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധ്യത, കാര്യം അവൻ അതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കും. നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയിൽ നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടു എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ഞാനോ ഫാമിലിയോ ആരും ലിങ്ക് അല്ല. ആദ്യം മനുവിന്റെ താല്പര്യം, മനുവിന്റെ ഇഷ്ടം, മൂവി ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പൊ മനു മൂവി ഡയറക്ട് ചെയ്യുന്ന ടൈമില് ഞാൻ ചേട്ടനോട് ആരോടാ ചോദിച്ചാൽ മതി, ഞാൻ ആ സെറ്റിലൊന്നും ഉണ്ടായിരുന്ന ഒരാളാണ്. അത് മനുവിന് മരണശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്കൊന്നും അറിയുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും ഒന്ന് പഠിച്ചും ചോദിച്ചുമൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോ അതും ആ ഒരു ഷോക്ക് അതിനൊപ്പം ഞാൻ ചെന്നതാണ്. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കുറച്ചു മുമ്പ് ആലോചിച്ചു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ എന്ന്. വിജയിക്കുമോ അല്ലെങ്കിൽ നഷ്ടമാകുമോ? എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചു തന്നെ ഭർത്താവാണ്. ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട്, പേഴ്സണലി നോക്കി എന്റെ ഭർത്താവാണ്. എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഹസ്ബൻഡ് ഡ്രീമാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ യാത്ര ഒട്ടും സിമ്പിൾ അല്ലായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കും. കാരണം ആ ഒരു സങ്കടവും വിഷമവും അവിടെ കിടക്കുന്നു. അതിന്റെ ഒപ്പം ഈ മൂവിയുടെ ടെൻഷനും ഇതും എല്ലാം ഇപ്പോഴത്തെ എല്ലാം ബാലൻസ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ